ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ടോ? ഇത് കണ്ട് മനസ്സിലാക്ക്. ഇനിയെങ്കിലും ആളെ മനസ്സിലാക്കി ജീവിക്കാൻ നോക്കൂ രോഹിത്തെ. എരിവ് മാറിയോ? എന്നാ ഇത്തിരി ചോറും കൂടെ. എനിക്ക് മതി സത്യാമ്മേ. ഒരു വാ കൂടി. സത്യാമ്മയുടെ ഒപ്പം ഇരുന്ന് സത്യാമ്മ കഴിക്കുന്നത് പോലെ മോള് ഭക്ഷണം കഴിക്കണം. ഇനി ഇത് മാത്രം. കഴിച്ചോ? അതെ, ചോറ് ആവശ്യമുള്ളവര് പറയണേ. അയ്യോ, ഇതെന്നാ മതിയാക്കിയോ? പായസം കുടിക്കണ്ടേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഇപ്പോഴേ വയറ് നിറഞ്ഞു, മനസ്സും. അതെ, ഇലയൊന്നും ആരും എടുക്കണ്ട. എല്ലായിടത്തും തന്നെ മടക്കി വെച്ചാ മതി. ഞങ്ങൾ ലാസ്റ്റ് എടുത്തോളാം. ഓ, നീ എന്താ പെട്ടെന്ന് എണീറ്റത്? നിങ്ങളുടെ സത്യമ്മയുടെ സ്നേഹക്കൂടുതൽ കണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. രോഹിത്തെ, ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ വീട്ടില് ഞാനും രോഹിത്തും പപ്പിമോളും ഒരു അധിക പെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇറങ്ങിപ്പോന്ന് പറയുന്നതിന് മുൻപ് എന്തെങ്കിലും വഴികൾ നോക്കിയോ കൊള്ളാം. രോഹിത്, രോഹിത്തേ. അല്ല ശ്യാമ. ആ, ദാ വിളിക്കുന്നു. ചെല്ല് രോഹിത്തേ, വരുന്നു. ആ, അല്ല അച്ഛൻ എന്താ വേണ്ടേ? ഇച്ചിരി പായസം എടുത്തോടാ. ഓ, മോളെ, നീ എന്താടി എല്ലാരും മാറി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? ഞാനൊന്നും ഒറ്റയ്ക്കാണല്ലോ. എടീ മോളെ, എല്ലാരും കൂടി ഇനി ഈ വീട്ടിൽ ഒന്നിച്ച് കഴിയേണ്ടതല്ലേ? കൂട്ടുകുടുംബാകുമ്പോ അറിയാലോ, എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ എങ്ങനെ നോക്കിയാലും ഉണ്ടാവും. വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാ അത് ഇരുചെവി അറിയാതെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അമ്മയുടെ പറച്ചിലിൽ തന്നെയുണ്ട് ചില സൂചനകള്. ഞാനും രോഹിത്തും ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കുവാണല്ലോ. മനസ്സിലായമ്മേ, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടി, നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ എതിര് കാണുന്നേ? നീ കണ്ടില്ലേ, സത്യാമ്മ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ആ മാറ്റം ഗുണം ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന നിങ്ങൾ മരുമക്കൾക്ക് തന്നെയാ. സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു ജീവിതം കിട്ടാൻ നമ്മൾ പെണ്ണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണം. അതിപ്പോ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് അമ്മയുടെ ദുരിതങ്ങൾ മോൾക്ക് കേട്ടറിവേ ഉള്ളൂ.